ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററും അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും ടെലിഫോൺ കോൺവെർസേഷൻ നടത്തി. ആ ഒരു കോൺവെർസേഷന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ നടക്കുന്ന പ്രശ്നമായാലും അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലിനും വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന പ്രശ്നമായാലും ഇവയ്ക്കെല്ലാം ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ മാറ്റങ്ങൾ പിരിമുറുക്കം അധികമാക്കുന്ന രീതിയിലായിരുന്നു. എങ്കിലും ഇത്തവണ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് എതിരെ ഇറാൻ നൽകുന്ന മറുപടി എന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. ഇത് പറഞ്ഞത് ഞാനല്ല, അമേരിക്കയും ഇത് തന്നെയാണ് പറഞ്ഞത്. ലോകത്തിലുള്ള നിരവധി ഗവേഷകരും ഇത് തന്നെയാണ് സത്യം എന്നും പറയുന്നു. ഇത്തവണ ഇറാന്റെ തിരിച്ചടി എന്നത് ഇസ്രായേലിന് ഒരല്പം ശക്തിയേറിയതായിരിക്കും. ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ ഇറാൻ അവരുടെ ഹൈപ്പർസോണിക് മിസൈലായ ഫട്ട ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഫട്ട സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ വളരെ പ്രധാനപ്പെട്ട ആയുധമാണ്. കൂടാതെ ഹൈപ്പർസോണിക് ടെക്നോളജി ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലോകം അതിനെങ്ങനെ പ്രതികരിച്ചു, സത്യത്തിൽ ഹൈപ്പർസോണിക് മിസൈൽസിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൂടെ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരു മിസൈൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഇസ്രായേലിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷെ അമേരിക്ക ഇസ്രായേലിന് ബാക്കപ്പായി ഉണ്ടാകും. മാത്രമല്ല ഹമാസിന്റെ നേതാവ് ഇറാനിൽ മരിച്ചതിന് ഇപ്പോൾ പുതിയൊരു കാരണവും പറയുന്നുണ്ട്. റോക്കറ്റ് ആക്രമണമൊന്നും സംഭവിച്ചിട്ടില്ല. സത്യത്തിൽ അയാൾ ഉണ്ടായിരുന്ന മുറിക്കുള്ളിൽ നേരത്തെ തന്നെ പൊട്ടിത്തെറിക്കാൻ ആവശ്യമായ വസ്തുക്കൾ നേരത്തെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അദ്ദേഹം മരിച്ചത് എന്ന് പുതിയൊരു രീതിയിലുള്ള ഒരു വിശദീകരണവും പുറത്തുവരാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹമാസിന്റെ നേതാവിനെ കൊന്നു, ഹെസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട കമാൻഡറെയും കൊന്നു. ഇങ്ങനെ ഈ ആക്രമണങ്ങൾ നടന്ന് അവസാനിച്ചതിന് ശേഷം, ഈ അറ്റാക്ക് എല്ലാം ഓരോ റീജിയണിൽ നടന്ന് അവസാനിച്ചതിന് ശേഷം ഇസ്രായേൽ മുഴുവനും ഒരു ഭീതിയേറിയ സാഹചര്യം ഉണ്ടായി. കൂടാതെ ഇസ്രായേൽ അവരുടെ സൈന്യം ആരെല്ലാമാണോ ലീവിൽ പോയത്, എമർജൻസി ലീവിൽ പോയാൽ പോലും അവരെല്ലാം തിരികെ വിളിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന്റെ അടുത്ത ഘട്ടമായി ഇസ്രായേലിന്റെ മന്ത്രിമാരെല്ലാം ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ മീറ്റിംഗിൽ പ്രതിപക്ഷ പാർട്ടികളെയും വിളിച്ചിരുന്നു. ഈ പ്രതിപക്ഷ പാർട്ടിയിലുള്ളവർ പറഞ്ഞത് ലബനനുമായി ഒരു യുദ്ധത്തിന് പോയാൽ മാത്രമേ ഇസ്രായേലിന്റെ പരമാധികാരത്തെ നിലനിർത്താൻ കഴിയൂ എന്നുണ്ടെങ്കിൽ ആ ഒരു യുദ്ധത്തിന് പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് പ്രതിപക്ഷമെന്നല്ല, ഇസ്രായേലിലെ ജനങ്ങളായാലും അങ്ങനെയാണ് പറഞ്ഞത്. ഈ ഒരു യുദ്ധത്തിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല, നമ്മുടെ നാടിനെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്നാൽ ഇസ്രായേൽ ലബനനുള്ളിൽ കടക്കുകയാണ്, ഗ്രൗണ്ട് ഫോഴ്സസിനെ അകത്തേക്ക് അയക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കാരണം ഹമാസുമായി ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിലും പ്രശ്നമുണ്ട്. ഈ ഗാസയിലെ പ്രശ്നം ഒരു 2 മാസം കൂടെ കഴിയുകയാണെങ്കിൽ 1 വർഷമാകും. ഇതിൽ തന്നെ ഇസ്രായേലിനെ കൊണ്ട് ഒരു പൂർണ്ണമായ വിജയം നേടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഞങ്ങളൊരു പൂർണ്ണ വിജയം പ്രാപിച്ചു, ഞങ്ങൾ എല്ലാവരും നശിപ്പിച്ചു, അല്ലെങ്കിൽ ഗാസ ഇത്രത്തോളം ഞങ്ങൾ മാറ്റിയെന്ന് ഇസ്രായേലിനെ കൊണ്ട് വ്യക്തമായി പറയാൻ പോലും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. ഗാസ എന്നതൊരു ചെറിയ സ്ഥലമാണ്, ഒരു ചെറിയ സ്ട്രിപ്പ്. ചുറ്റും ഇസ്രായേലുണ്ട്. ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് ഈജിപ്ത്. ഇങ്ങനെ ഒരു ചെറിയ ഭൂപ്രദേശം. ആ ഒരു ചെറിയ ഭൂപ്രദേശം കാരണം തന്നെ ഇസ്രായേലിന് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സമയത്ത് ലബനനുള്ളിൽ ഹെസ്ബുള്ളയെ ആക്രമിക്കാൻ പോകുമ്പോൾ നമുക്ക് ജയിക്കാൻ സാധിക്കുമോ? ലബനനിലെ ഹെസ്ബുള്ള എന്നത് ഹമാസിനെക്കാട്ടിലും വലിയൊരു സംഘടനയാണ്. അങ്ങനെ ഹെസ്ബുള്ള പോലുള്ള ഒരു വലിയ സംഘടനയുമായി നിങ്ങൾ ആക്രമണത്തിന് പോവുകയാണെങ്കിൽ, ഗ്രൗണ്ട് ട്രൂപ്സിനെ അകത്തേക്ക് അയക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മളെ കൊണ്ട് ജയിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? നിങ്ങളെ കൊണ്ട് ആ ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇവരീ ചോദിക്കുന്ന ഈ ചോദ്യം രാഷ്ട്രീയം സംബന്ധിക്കുന്നത് മാത്രമല്ല, അവിടെ നിലവിലെ സാഹചര്യത്തെയും സംബന്ധിക്കുന്നതാണ്. കാരണം ഹെസ്ബുള്ള ഗൊറില്ല വാർഫെയറിൽ ഒരുപാട് ട്രെയിനിങ് എടുത്തവരാണ്, അത്രയേറെ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു ട്രൂപ്സിനെതിരെ ഇസ്രായേലിനെ കൊണ്ട് ഒരു വലിയ നാശം ഉണ്ടാക്കാൻ കഴിയും എന്നതല്ലാതെ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ 1-2 മാസം 1-2 വർഷത്തിനുള്ളിൽ ആ സമയപരിധിക്കുള്ളിൽ ഞങ്ങൾക്ക് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും, ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ഈ ലിറ്റാനി റിവർ ഇസ്രായേൽ ബോർഡറിൽ നിന്നും ചില കിലോമീറ്റർ അകത്തുള്ള ഭാഗം ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ, ഒരു കാലയളവിനുള്ളിൽ ആ ഒരു ബോർഡറിന് പുറത്തേക്ക് അവരെ എത്തിക്കാൻ കഴിയും എന്ന് ഇസ്രായേലിനെ കൊണ്ട് പറയാനും സാധിക്കില്ല. കാരണം ഇത്രയും ദിവസം ഇസ്രായേൽ ഒരു ഭാഗത്ത് നിന്നായിരുന്നു പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ചത്. അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാലും എല്ലാം കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതി വെച്ചുകൊണ്ട് പ്രത്യേക ഒരു കാലയളവിനുള്ളിൽ അവരെ കൊണ്ട് അതെല്ലാം അവസാനിപ്പിക്കാനും സാധിച്ചു. എന്നാൽ വളരെ കാലമായി ഹമാസിന്റെ പ്രശ്നം ഇസ്രായേലിനെ ഒരു ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലബനനിൽ ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്താൽ ഇസ്രായേലിനെ കൊണ്ട് താങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റിൽ പറയുക. ഇങ്ങനെ ലബനനെതിരെയുള്ള യുദ്ധത്തിൽ
പ്രതിപക്ഷ നേതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അവരുടെ ചോദ്യം ഇപ്പോൾ ഇസ്രായേലിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കൾ പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സുമായി മീറ്റിംഗ് അവസാനിച്ചതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റുമായി ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഒരു ഫോൺ കോൾ നടത്തുന്നു. ആ ഫോൺ കോൾ നടത്തി അവസാനിച്ച ശേഷം ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ അവസാനിച്ചു. വൈറ്റ് ഹൌസും ഇതിനെ സംബന്ധിച്ച് ഒരു പ്രസ് റിലീസ് കൊടുത്തു. ഇതിനെ അവർ പറഞ്ഞത് ഈ ഫോൺ കോളിൽ റീജിയണൽ സ്റ്റെബിലിറ്റി, അതുകൂടാതെ ഇസ്രായേലിന്റെ ഡിഫൻസ്, ഏതെങ്കിലും ഒരു നാട് ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ എങ്ങനെ ഡിഫൻഡ് ചെയ്യണമെന്നുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അമേരിക്കയുടെ 12 യുദ്ധക്കപ്പലുകൾ, 1 2 അല്ല, ഇവയെല്ലാം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഒരു ഭാഗത്ത് ചെങ്കടലിൽ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലുകളായാലും അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് ആ ഭാഗത്ത് നിർത്തിയിരിക്കുന്ന കപ്പലുകളായാലും ഇവ കൂടാതെ അഡീഷണലായി 12 യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടൽ ഭാഗത്തേക്ക് അയക്കാൻ ഇപ്പോൾ അമേരിക്കയും ഒരു കരാർ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പ്രധാനപ്പെട്ട ഫോൺ കോൾ, ഇത് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം അടുത്ത ചില ദിവസത്തിൽ ഏപ്രിൽ മാസം 13-ാം തീയതി നടത്തിയ ആ ഒരു മിസൈൽ ആക്രമണത്തെക്കാൾ വളരെ മോശമായ ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇറാന്റെ സുപ്രീം ലീഡർ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞു. സാധാരണ എല്ലാ സമയങ്ങളിലും അദ്ദേഹം പണിഷ്മെന്റ് എന്നൊരു വാക്ക് പറയും. എപ്പോഴെങ്കിലും ഇസ്രായേൽ ഇതുപോലെ ഇറാനുള്ളിൽ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട അസറ്റിനെ, പ്രധാനപ്പെട്ട ആളുകളെ കൊല്ലുകയാണെങ്കിൽ അപ്പോൾ അവർ നൽകുന്ന സ്റ്റേറ്റ്മെന്റിൽ ശിക്ഷ എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. ഒരു അണ്ടർലൈൻ കൊടുത്ത് കാണിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത്തവണ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ബ്ലഡ് ഫോർ ബ്ലഡ്, രക്തത്തിന് രക്തം എന്ന രീതിയിലായിരുന്നു അവരുടെ ഉത്തരം. അതിനാൽ തീർച്ചയായും ഒരു വലിയ കാര്യം ഇറാൻ ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് എങ്ങനെയായിരിക്കും? ഇവയെല്ലാം എങ്ങനെ ഡിഫൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ ടെലിഫോൺ കോൺവെർസേഷനിൽ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന യുദ്ധക്കപ്പലുകൾ എന്നത് എല്ലാം ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കുന്ന രീതിയിലാണ് ഇസ്രായേലിനെ സഹായിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ജോർദാൻ ആയാലും ഈജിപ്ത് ആയാലും ഇന്നലെ ഒരു കാര്യം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഏതെങ്കിലും ഒരു നാട് ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്താൻ ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവയെല്ലാം ഞങ്ങൾ തടയുമെന്ന്. ഇപ്പോൾ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏത് നാടും ഏതൊരു സ്റ്റേറ്റ്മെന്റും നൽകിക്കോട്ടെ, എന്നാൽ ഇസ്രായേലിനെതിരെ ഞങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം, അതിനെ ആരെങ്കിലും ഇറാനെതിരെ ഡിഫൻഡ് ചെയ്യുകയാണെങ്കിൽ ആ നാടിനെയും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കും. അവരിൽ ഒരാക്രമണം നടത്താൻ പോലും ഞങ്ങൾ മടിക്കില്ല എന്ന് ഒരു വിശദീകരണമല്ല, ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്, ഇതിനിടയിൽ ഇസ്രായേലിനെ പിന്തുണച്ച് നിങ്ങൾ ആ മിസൈലിനെ തടയുകയാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്കെതിരെയും ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്, ഇതിനിടയിൽ ഇസ്രായേലിനെ പിന്തുണച്ച് നിങ്ങൾ ആ മിസൈലിനെ തടഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ ആ സമയം പറയും, അത് ഞങ്ങളുടെ എയർ സ്പേസ് ആണ്, ഞങ്ങൾ അത് ഇസ്രായേലിന് വേണ്ടി ഡിഫൻഡ് ചെയ്തതല്ല, ഞങ്ങളുടെ റീജിയണിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തിന് മുകളിലായി വരുന്നത് കൊണ്ട് ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ അത് ഡിഫൻഡ് ചെയ്തു എന്ന് നിങ്ങൾ പറയും. പക്ഷേ ഇൻഡയറക്റ്റായി നിങ്ങൾ അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിനാൽ ആ ഒരു കാര്യം അത് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത നാടിനെതിരെ ഒരു ആക്രമണം നടത്താൻ ഞങ്ങൾ മടിക്കുകയില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇവയെല്ലാം ആ ഒരു റീജിയണിൽ സമാധാനം നിലനിർത്തുന്നതിന് ഒരു തടസ്സമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ലബനന്റെ സതേൺ ഭാഗത്ത് ഇസ്രായേലിന്റെ ബോർഡറോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക SMS ഇന്നലെ മുതൽ വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ഓറിയന്റഡ് ഗ്രൂപ്പ്സ് കാരണവും ഈ SMS വരുന്നുണ്ട്. ഉടൻ തന്നെ നിങ്ങൾ ഈ സ്ഥലം ഒഴിപ്പിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകണം, ഈ സ്ഥലത്ത് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നു എന്നാണ് മെസ്സേജ്. ഇത് സതേൺ ഭാഗങ്ങളിൽ പടരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇത് സേഫായ സോണിലും പോകുന്നുണ്ട്. ബെയ്റൂട്ടിലുള്ള ജനങ്ങൾക്കും ഇത് ഷെയർ ആയതുകൊണ്ട് ലബനൻ മുഴുവനും ഒരു ഭീതി ഇതുണ്ടാക്കിയെന്ന് പറയാം. കൂടാതെ തുർക്കി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേർ തുർക്കിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹമാസ് നേതാവിന്റെ മരണത്തെ സംബന്ധിക്കുന്ന പോസ്റ്റ് ആരെല്ലാമാണോ ഷെയർ ചെയ്തത്, ആരൊക്കെയാണോ ഇട്ടത്, അതെല്ലാം സെൻസർ ചെയ്യാൻ തുടങ്ങി. തുർക്കി ആദ്യം അത് നിരോധിക്കുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതായത് തുർക്കി ഇൻസ്റ്റഗ്രാമിനെ നല്ല രീതിയിൽ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും കണ്ടന്റ് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് ഇൻസ്റ്റഗ്രാം എന്നല്ല, യൂട്യൂബ് ആയാലും അങ്ങനെ തന്നെയാണ്. അവർക്ക് സപ്പോർട്ട് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാതെ അവർ ശ്രമിക്കും. ഇപ്പൊ തുർക്കി ഇൻസ്റ്റഗ്രാമിനെ ഈ ഒരു പ്രശ്നത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ഇത് ഇനി എങ്ങനെ പോകും എന്നറിയില്ല. അതുമാത്രമല്ല, ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നാണ് മുഴുവൻ ലോകത്തിന്റെയും ശ്രദ്ധ. ഫട്ട ഹൈപ്പർസോണിക് മിസൈൽ, ഇറാൻ നിർമ്മിച്ച് IRGC ഡെവലപ്പ് ചെയ്ത ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഉള്ള ഒരു മിസൈൽ. ഇപ്പൊ ഈ ഒരു മിസൈൽ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ പോകുന്നു.
ഇസ്രായേലിനെതിരെ ഈ ഒരു മിസൈൽ ഇറാൻ പ്രയോഗിക്കുകയാണെങ്കിൽ ഇറാന്റെ പക്കൽ നിന്ന് വരാൻ പോകുന്ന ആക്രമണം എന്നത് ഇസ്രായേലിന്റെ ആരോ സീരീസ് ഓഫ് ഡിഫൻസ് സിസ്റ്റം ആയാലും അല്ലെങ്കിൽ അയൺ ഡോം ഇങ്ങനെ ഏതൊരു ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടും ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പേരുടെ അഭിപ്രായമാണ്. എന്നാൽ സത്യത്തിൽ ഹൈപ്പർസോണിക് മിസൈലിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അത്ര സാധാരണ കാര്യമല്ല. ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ കണ്ടു. ഒരുപാട് സ്ഥലത്ത് റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലിനെ ഉക്രൈൻ ഡിഫെൻഡ് ചെയ്തു എന്ന് അവർ പറഞ്ഞാലും അതിന് കൃത്യമായ തെളിവൊന്നും ഉക്രൈനെ കൊണ്ട് നൽകാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ സത്യത്തിൽ ഇറാന്റെ പക്കൽ ഫട്ട ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് അവസാനിച്ച ഘട്ടത്തിലാണെങ്കിൽ അത് ഈ ഒരു ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എന്നത് ഇസ്രായേലിന് ഒരു വലിയ നഷ്ടമുണ്ടാക്കും. അടുത്തത്, മരിച്ച ഹമാസിന്റെ നേതാവിനെ എയർ സ്ട്രൈക്ക് വഴിയാണ് കൊന്നത് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വിവരം പടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുതുതായി ഒരു കാര്യം പറയുന്നു. അതൊന്നുമല്ല, എയർ സ്ട്രൈക്ക് വഴി അദ്ദേഹം മരിക്കാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിന്റെ മുറിയിൽ തന്നെ പൊട്ടിത്തെറിക്കാൻ ആവശ്യമായ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. റിമോട്ട് കൺട്രോൾ ഡിവൈസ് ഉപയോഗിച്ചാണ് അതിനെ പൊട്ടിത്തെറിപ്പിച്ചത്. അടുത്ത് ആരോ ഒരു വ്യക്തി ഒരു പ്രത്യേക ദൂരത്തിൽ നിന്നും ഇതെല്ലാം നിരീക്ഷിച്ചു. അയാൾ ആ മുറിയിലേക്ക് വരുന്നതും അവിടെ അല്പസമയം വിശ്രമിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതിനും ശേഷമാണ് ആ ഒരു വസ്തുവിനെ പൊട്ടിത്തെറിപ്പിച്ചത്. അതുകൊണ്ടാണ് അയാളും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും മരിച്ചത് എന്ന് ഇപ്പോൾ ഒരു പുതിയ തിയറി പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ വിവരം ഇറാന്റെ പക്കൽ നിന്നും വരാത്തത് കൊണ്ട് ഇറാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയൂ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അൺനോൺ പ്രൊജക്ടൈൽ, ആകാശത്തിൽ നിന്ന് വന്ന അൺനോൺ പ്രൊജക്ടൈൽ വഴിയാണ് ഈ ഒരു ആക്രമണം നടത്തിയതായി തെഹ്റാൻ തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയും നെതന്യാഹുവും സംസാരിച്ച പ്രധാനപ്പെട്ട ഫോൺ കോൾ, മറ്റൊരു ഭാഗത്ത് ആയത്തുള്ള ഖമേനി ഇറാന്റെ സുപ്രീം ലീഡർ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ആ ഒരു വാക്ക്, ഇവയെല്ലാം ഈ രണ്ട് നാടുകളെയും ഒരു യുദ്ധത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സമയം ഈ ഒരു യുദ്ധം തുടങ്ങിയാൽ അത് ഒരുപാട് മോശമായ ഫലങ്ങൾ ഈ രണ്ട് നാടുകൾക്ക് മാത്രമല്ല ലോകം മുഴുവനും നൽകും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.